ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണിയാണ്. വെജ് ബിരിയാണി നമ്മൾ വെളി പോകണ്ട, എങ്ങും പോകണ്ട, നമ്മൾ വീട്ടിൽ ഇരുന്ന് നിസ്സാരമായിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെയധികം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണി പറയുന്നു. അതിനുവേണ്ടി നമ്മൾ വെജിറ്റബിൾസ് ആയ നമുക്ക് ബീൻസോ ക്യാരറ്റോ ഷിംല മിർച്ചോ, പിന്നെ നമുക്ക് മട്ടർ, നമ്മൾ കിട്ടാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ്, പത്താഗോബി, ഫൂൽ ഗോബി, ഏത് വേണമെങ്കിലും ഇടാം. നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലിടാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഉരുളക്കിഴങ്ങും എല്ലാം സ്ക്വയർ പീസായിട്ട്, ചെറിയ ചെറിയ പീസായിട്ട്, എല്ലാവരും ഒരു പീസായിട്ട് ആക്കുവായിരുന്നെങ്കിൽ വളരെയധികം കാണാനൊക്കെ ഭംഗിയായിരിക്കും. സ്ക്വയർ പീസ് ആക്കുക. ഉള്ളി അതുപോലെ സ്ക്വയർ പീസ് ആക്കുക. പച്ചമുളക് എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ ചീഞ്ചട്ടി എടുക്കുക. ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം ഇതെല്ലാം വറുത്ത് കോരുക. നമുക്ക് ശകലം ഈ ഉരുളക്കിഴങ്ങ് വേവുള്ളതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ആദ്യം ഇട്ടു. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞ് നമ്മൾ ശകലം വേവിച്ച് എടുത്ത് കഴിയുമ്പോൾ നമുക്കതിൽ ഫുൾഗോബി ഇട്ടു. ഫുൾഗോബിയും ഉരുളക്കിഴങ്ങും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ബാക്കി വച്ചിരിക്കുന്ന നമ്മൾ വെജിറ്റബിളായിട്ടുള്ളത് അതെല്ലാം ചേർത്ത് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ഘട്ടങ്ങളായി നമ്മൾ മട്ടർ ഇട്ടു. ആദ്യം മട്ടർ വെന്ത് കഴിഞ്ഞ് നമുക്ക് സ്ഥലം ഉള്ളി ഇട്ടു. ഉള്ളി വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ബാക്കിയുള്ള ഷിംല മിർച്ചും ബീൻസും ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇത് കഴിഞ്ഞ് ഒരു 50% ഒരു ബോയിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്ത് കലൂപ്പും ഇട്ട് കൊടുത്ത് നമ്മളിതിൻ്റെ മഞ്ഞൾ ചേർക്കുന്നില്ല. മഞ്ഞൾ ചേർത്ത് നമ്മൾ ബിരിയാണി നമ്മുടെ മഞ്ഞ കളറാകും. ഇപ്പോൾ നമ്മൾ വെള്ള കളറിൽ ബിരിയാണി ആക്കാനിരിക്കുന്നത്. നമ്മൾ ചോറ് വേവിച്ച് നമ്മൾ ഊറ്റി വെക്കുക. നമ്മളിപ്പം അതിൻ്റെ അകത്ത് ബിരിയാണിക്കകത്ത് ഇട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ പാകത്ത് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എളുപ്പത്തിലുള്ളതാണ് നമ്മൾ ചോറിട്ട് വേവിച്ച് വെക്കുക. ഇതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അത് ബിരിയാണി മസാല ഇട്ടായിരുന്നു. ബിരിയാണി മസാല ഇട്ട് കഴിഞ്ഞ് നമ്മൾ രണ്ട് ചോറ് അതിലിട്ട് ഇളക്കി നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് നമ്മൾ ശകലോടൊന്ന് ചൂട് ആവി കയറ്റി കലന്നേരം വേവിക്കണം. വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജ് പുലാവ് നമുക്ക് റെഡിയായി.